വിശദമായ വാർത്തകളിലേക്ക്. ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ബി.ജെ.പി ദേശീയ നേതാവും കേരള പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ജാവേദ്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ചർച്ച നടത്തിയത്. CPM-യുമായുള്ള അകൽച്ച അവസാനിപ്പിച്ച് ഞായറാഴ്ച മൂന്നാറിൽ നടന്ന LDF ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജേന്ദ്രൻ ജാവദേക്കറിനെ കണ്ടത്. ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെയുണ്ടായിരുന്നതായാണ് വിവരം. ഇതോടെ രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. അതേസമയം രാജേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ലെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒരാൾ ഡൽഹിക്ക് പോയാൽ പറഞ്ഞാൽ BJP ചേരാനാണ് നമ്മളിതിനാ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യം. അയാൾ ഡൽഹിയിൽ പോയി അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവാം, അത് സംബന്ധിച്ചുള്ളത് പോയത് മാത്രമേ ഉള്ളൂ. രാജേന്ദ്രൻ BJPക്ക് എത്തിക്കില്ല എന്ന് രാജേന്ദ്രൻ തന്നെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറമായി ഏതെങ്കിലും ഊഹാപോഹത്തെ അടിസ്ഥാനത്തിൽ പോകേണ്ട യാതൊരു കാര്യവും CPM-നെ സംബന്ധിച്ചിട്ടില്ല. ആ സഖാവ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും അവിടെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറയുകയും ചെയ്യണം, ആവർത്തിച്ച് പറയുന്നുണ്ട്. CPM മെമ്പർഷിപ്പ് പുതുക്കുമെന്നും LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുമെന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു ഈ പ്രഖ്യാപനം. പിന്നാലെയാണ് എസ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തി BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. എസ് രാജേന്ദ്രന്റെ ജാവേദ്കറും